തട്ടിയിട്ടു. അയ്യോ അയ്യോ അരുത്. എന്താ അച്ചു? അപ്പോ നോക്കേണ്ടി, ഞാൻ ഉണ്ടാക്കിയ കൊട്ടാരം തട്ടിയിട്ടു. അതെന്തിനാ അപ്പോ? ഇല്ല ആന്റി, അച്ചു വെറുതെ പറയാ, ഞാൻ ഒന്നും ചെയ്തില്ല. അല്ല, അവൻ തട്ടിയിട്ടു. മതി മതി, ഇങ്ങനെ വഴക്ക് കൂടാനാണെങ്കിൽ ആന്റി കൂടില്ല. രണ്ടുപേരും നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ. വിമലിച്ചോ? ഇന്നത്തെ ദിവസം തന്നെ വന്നു. ആനയെ കാണാതിരിക്കാൻ വയ്യാത്തോണ്ട്. 2-3 ദിവസം കഴിഞ്ഞേ വരൂന്നാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇയാള് സമ്മതിക്കണ്ടേ? ആന ഇവിടെ തനിച്ചാണെന്ന ടെൻഷൻ. ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പോവാന്ന് കരുതി. അതെ, ആനയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും അങ്ങനെയാ. വാ. അല്ല, ആരൊക്കെ നിക്കുന്നേ? കുട്ടികളെയും കൂട്ടി സണ്ണി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ ഞാൻ ഇങ്ങ് കൊണ്ടുപോകുന്നു. എന്നിട്ട് സണ്ണി എവിടെ? അമ്മച്ചിക്ക് എന്തോ ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പോയി. ഡോക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. സണ്ണിയുടെ കാര്യം വിമല ആനി എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഡോക്ടർ മോഹൻദാസ്. ഹലോ, എന്റെ അമ്മച്ചിയാ. നമസ്കാരം. അമ്മച്ചി, ഇത് ഡോക്ടർ വിമല. നമസ്കാരം. ഇത് ഡോക്ടർ മോഹൻദാസ്. ഡോക്ടറും ഇപ്പം കല്യാണം കഴിച്ചേ ഉള്ളൂ. ദേ, ഇതാണ് ആനി. സണ്ണിച്ചനെല്ലാം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കും വലിയ ഇഷ്ടമാണ് ആനിയെ. അപ്പോ എനിക്കും ഒന്ന് കാണണം തോന്നി. ആനയുടെ കാര്യങ്ങളൊക്കെ സണ്ണിയോട് ഞാൻ പറഞ്ഞിരുന്നു. ആ, ഇരിക്കൂ സണ്ണി. ഇരിക്കാം അമ്മച്ചി. കുറുമ്പ് വല്ലതും കാട്ടിയോ ഇവന്മാര്? ഏയ് ഇല്ല. പപ്പ, ഇന്ന് നമ്മൾ ഏത് ഹോട്ടലാ പോകുന്നത്? ഏത് ഹോട്ടലിൽ പോണം? പറയട്ടെ, ഹോട്ടൽ പാർക്ക് ഫീൽ. ഓക്കെ, ഡൺ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. എന്ത്? പറ പപ്പ. അത് പപ്പയാണോ പറയേണ്ടത്? അച്ചു തന്നെ ചോദിക്കുക. എന്താ അവൻ പറയുന്നേ? ഹോട്ടലിലേക്ക് ആന്റിയും കൊണ്ടുപോകണമെന്ന്. അയ്യോ, ഞാനില്ല. പറ്റില്ല ആന്റി, വരണം. വന്നോളൂ, എനിക്ക് വർത്തമാനം പറയാൻ ഒരാളാവുമല്ലോ. ഹലോ ഡോക്ടർ, ആനി ഇന്ന് ലീവാണോ? റിസപ്ഷനിൽ കണ്ടില്ല. ആന റൂം നമ്പർ 403 റിസപ്ഷനിൽ വെച്ച് രാവിലെ ഒരു തലച്ചിട്ടലുണ്ടായി. എന്നിട്ട്? നത്തിങ് ടു വറി. വരൂ, നമുക്ക് കാണാം. ആനി, ദേ സണ്ണിയും കുട്ടികളും വന്നിട്ടുണ്ട്. വേണ്ട, കിടന്നോളൂ. ഇറ്റ്സ് ഓക്കെ. കുട്ടികളുടെ അവധി കഴിഞ്ഞു, ഊട്ടിക്ക് മടങ്ങുക. ആനിയോട് യാത്ര പറയാൻ വന്നാ. അയ്യോ, അപ്പോ അച്ഛൻ പോയാ പിന്നെ ആന്റിക്കാരാ കൂട്ട്? സൺഡേസിൽ നിങ്ങൾ ഫോൺ ചെയ്യാം. അയ്യോ, അത് വേണം. ഇടയ്ക്ക് ആന്റിയും വിളിക്കാം. ആന്റിക്ക് കുഞ്ഞുവാവ ജനിക്കുമ്പോ ഉടനെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് കരാറിലാ പോകുന്നത്. കുഞ്ഞുവാവ വരുമ്പോ പപ്പയോട് ആന്റി പറയാം കേട്ടോ, അപ്പൂനെയും അച്ഛനെയും കൊണ്ടുവന്ന് കാണിക്കാൻ. ഡോക്ടർ, 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. മൊബൈൽ നമ്പർ ഇതിലുണ്ട്. ഓക്കെ. എന്നാ ഞങ്ങൾ വരട്ടെ. കൊള്ളാം. ആന്റിക്ക് മാത്രമേ ഉള്ളൂ ബൈ? എനിക്കില്ലേ? ബൈ പറയടാ. ബൈടാ. ബൈ. ബൈ. ഓക്കെ, അച്ചു വാ.
സിസ്റ്റർ, 403 പേഷ്യന്റ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആനി. ആനിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഓ, ആ സണ്ണി എത്തിയോ? ഡോക്ടർ, ആനി. ഭയപ്പെടാനൊന്നുമില്ല. പെയിൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആദ്യം ഇത്തിരി കോംപ്ലിക്കേഷൻസ് തോന്നി. BP വളരെ ലോ ആയി. അതാ ഞാൻ ഫോൺ ചെയ്തേ. ഇപ്പം നോർമലായി. ട്രീസ മാഡം അകത്തുണ്ട്. എന്നാ ഞാനിപ്പോൾ വരാം. ഓക്കെ. പെൺകുഞ്ഞ ക്വൈറ്റ് ഹെൽത്തി. ആനി സുഖമായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും. താങ്ക് ഗോഡ്. ഡോക്ടർ, ദാ മെഡിസിൻസ്. ദേ കണ്ടോളൂ കുഞ്ഞ ആനിക്കുട്ടിയെ. അച്ഛനെ അപ്പുനെ അറിയിച്ചോ? അറിയിച്ചു. അവന്മാരവിടെ കയറ് പൊട്ടിക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ലണം എന്നാ ഓർഡർ. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ ഡോക്ടർ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. അമ്മച്ചോടും പറഞ്ഞില്ല. ഇപ്പൊ തിരിച്ചാ മിഡ് നൈറ്റിലേ അവിടെ എത്തും. സ്കൂളിൽ നിന്നും പെർമിഷനും വാങ്ങണം. മറ്റന്നാളെ ഞങ്ങൾ മടങ്ങി വരും. വരട്ടെ. ബൈ. പാവം സണ്ണി. ഡെലിവറി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ആളങ്ങ് ടെൻഷനായിപ്പോയി. സണ്ണി എന്താ മടങ്ങി വന്നത്? എന്താ? ആനിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് തോന്നി. ഇവിടുന്ന് ഇറങ്ങിയ ഇനി എങ്ങോട്ടാ ആനി? ഇനിയുള്ള ജീവിതം എങ്ങനെ ആനിയുടെ മനസ്സിൽ? ആനിയുടെ ലോകം ഇനി ആനിയുടെ കുഞ്ഞു മാത്രമാണ്. അവളുടെ ചിരിയും കളിയും വളർച്ചയും അതൊക്കെയാവും ആനിയുടെ സന്തോഷം. ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഡോക്ടർ വിമലയും ഡോക്ടർ മോഹൻദാസും. അവർക്കും ഉണ്ടാവും അവരുടേതായ സ്വകാര്യതയും ജീവിത ലക്ഷ്യവുമെല്ലാം. അതിനിടയിൽ എത്ര നാൾ അവരുടെ ആശ്രയത്തിൽ ആനിക്ക് ജീവിക്കാൻ കഴിയും? എന്താ സണ്ണി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മൾ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ ഒരു ബാധ്യതയായി തോന്നി തുടങ്ങിയ ജീവിതത്തെ പോലും നമ്മൾ വെറുത്തുപോകും, ഇല്ലേ? ആനി, അമ്മ ഇല്ലാതെ വളർന്നവരാ എൻ്റെ അച്ഛനും അപ്പവും. പക്ഷേ ആ കുറവ് ഞാൻ അവർക്ക് തോന്നിപ്പിച്ചിട്ടില്ല. ആനിയെ അവർക്ക് ഇഷ്ടമാണ്, ആനിക്ക് അവരോടും. രണ്ട് കൂട്ടരുടെയും ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ ആനി? സണ്ണി, ആനി, ആനിയോടുള്ള സഹതാപം കൊണ്ടല്ല, മനസ്സിലെ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. നോ സണ്ണി, ഇല്ല, എനിക്കതിന് കഴിയില്ല.
ഇതിനാണോ സണ്ണി എന്നെ സഹായിച്ചത്? ഇതിനായിരുന്നോ സണ്ണിയുടെ കുട്ടികളെ ഞാൻ സ്നേഹിച്ചത്? സണ്ണി പറഞ്ഞത് ശരിയാ. ഇനി എന്റെ ലോകം എന്റെ കുഞ്ഞു മാത്രമാ, അവള് മാത്രം. ഇതായിരുന്നു സണ്ണിയുടെ മനസ്സിലെങ്കിൽ വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ആനി, ഞാൻ സണ്ണി ചെയ്തു തന്ന സഹായത്തിന് എന്നും നന്ദി ഉണ്ടായിരിക്കും എനിക്ക്. സണ്ണി പൊയ്ക്കോളൂ, ഇനി എന്നെ കാണാൻ വരരുത്. ആനി, സണ്ണി പ്ലീസ്. എനിക്ക് പേപ്പറും പേനയും വാങ്ങാൻ പോണെന്ന് അറ്റൻഡർ വർഗീസ് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു. ടോമിനെ അറിയിക്കാനാവൂല്ലേ? കുഞ്ഞ് ജനിച്ച ഉടനെ അറിയിക്കണമെന്ന് എഴുതിയിരുന്നു. എന്നാ നിർത്തണ്ട, എഴുതിക്കോ. ഞാൻ വെറുതെ നോക്കാൻ വന്നതാ. ആനി, റോയി അറിയിക്കണ്ടേ? നിയമപരമായി നിങ്ങൾ വേർപിരിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അറിയിക്കേണ്ടതാണെന്നാ എൻ്റെ അഭിപ്രായം. മോഹനേട്ടനോ അതെന്നെ പറഞ്ഞത്. വിമലേച്ചി, എല്ലാം മറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ. വീണ്ടും തിരിച്ചൊരു കൂടിച്ചേരലിന് വഴിയൊരുക്കാനല്ല. ആനി അത് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു മനസ്സ് റോയ്ക്കുണ്ടാവില്ല, അതും അറിയാം. എന്നാലും ആനി ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അത് തെറ്റിക്കരുത്. കുഞ്ഞിൻ്റെ അച്ഛൻ റോയിയാണ്, അത് മറക്കരുതല്ലോ. ആനിക്ക് സമ്മതാണെങ്കിൽ റോയിയെ ഞാൻ അറിയിക്കാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. വാടോ. മദർ പറഞ്ഞ പോലെ കർത്താവ് എനിക്ക് വെച്ച് നീട്ടിയ മഹാഭാഗ്യം തന്നെയാണിത്. അതിനാദ്യം നന്ദി പറയേണ്ടത് ടോമിനോടാണ്. ടോമിന്റെ മറുപടി മറിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ഭയന്നു പോയി. എന്താ റോജ ഇത്? എത്ര നേരമാടോ ഇത്? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട് കേട്ടോ. ഇതെന്നാ പ്രാർത്ഥനയാ? ദേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓ പിന്നെ, മദറിന്റെ കാല് പിടിച്ച് തന്നെ കെട്ടിക്കൊണ്ടിങ്ങി പോന്നതേ ഇങ്ങനെ പാതിരാത്രി മുഴുവൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുത്താനല്ല, മനസ്സിലായി? റോജ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ട് ദിവസം 5 ആയി. 3 ദിവസം ബിസിനസ് ടൂർ, പിന്നെ കിട്ടിയത് 2 ദിവസം. അതിനിടയിൽ താൻ ഇങ്ങനെ കുരിശു മരിച്ചിരുന്ന ഞാൻ എന്നാ ചെയ്യും? തനിങ്ങി വന്നേ. താമ്പ വാടൂ. റോജ, വേണ്ട. കിടക്കാൻ നേരത്തെ എന്തിനാ ഇത്? എനിക്ക് വാക്ക് തന്നല്ലേ ഇനി സൺഡേസിൽ മാത്രമേ കഴിക്കൂന്ന്.
ഏയ് ഇതൊന്നുമില്ലടാ, ജസ്റ്റ് വൺ പെഗ്, ഒരു മൂഡിന്. അങ്ങനെ ഇപ്പൊ വേണ്ട. കൈയും കാലും കഴുകി നല്ല കുട്ടിയായിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ഓക്കെ ഓക്കെ, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. അതിനിടയ്ക്ക് പണി പറ്റിച്ചു അല്ലേ? എന്തു പണി? എനിക്കറിയാം, ഇതിനുള്ളിൽ ഒരു സേഫ് ലോക്കർ ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചു രാവിലെ. റോജനോട് പിണക്കുവാ ഞാൻ. അനി, കാര്യം. ആനി പ്ലീസ് ഡാ. ഡാ ഏയ് എന്തായാലും ആനിയെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഡോക്ടർ വിമല, കൊച്ചിയിലെ സെയിൻറ്റ് ആന്റണീസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാ. പിന്നെ എൻ്റെ അനുജത്തി മായ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക. ശരി. അയ്യോ, ഞാൻ അകത്തേക്ക് ക്ഷണിക്കാൻ മറന്നുപോയി. വാ. അയൽവക്കമായിട്ടും ചേച്ചി എന്താ റോയിച്ചന്റെ കല്യാണത്തിന് വരാഞ്ഞേ? അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ട് വേണ്ടേ? ആനി ഇരിക്കെ. ഇവിടെ ആരോടും അങ്ങനെ ഒരു അടുപ്പില്ല റോയ്ക്ക്. ഏതായാലും റോയിച്ചൻ ഇല്ലാത്തപ്പോ എനിക്കൊരു കൂട്ടായല്ലോ. 1-2 മാസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മായയുടെ എക്സാം കാരണം ലീവ് എടുത്തിരിക്കുക. ആനിക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. എന്താണോ ഇത്ര അർജന്റ് മാറ്റർ? ഇവിടുന്ന് ആകാശം ഇടിഞ്ഞു വേണോ? ഏയ്, അങ്ങനെ ഷോക്കിംഗ് ന്യൂസ് ഒന്നും അല്ല. ഇതൊരു ഗുഡ് ന്യൂസാ. വാ റോയിച്ച. ഒരു സീരിയസ് മീറ്റിംഗിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. എന്താന്ന് വെച്ചാൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും ഒരു വിധത്തിലാണ് ഒപ്പിച്ചെടുത്തത്. ഇതങ്ങനെ ഫോണിൽ കൂടി പറയാനുള്ള മാറ്റർ അല്ല. ആദ്യം റോയിച്ചൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ചെല്ല. മനുഷ്യനെ വെറുതെ മെനക്കെടുത്ത. ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. റോയ് തരേനെ ബിസിനസ് ഒട്ടിക്കാൻ താൻ വളർന്നിട്ടില്ല. തന്റെ ഓർഡർ എനിക്ക് വേണ്ടോ? ലീവ് ഇറ്റ് ആൻഡ് ഗോ ടു ഹെൽ. ഷിറ്റ് ബാസ്റ്റർഡ്. റോയിച്ച, എന്താ ഇത്? വന്ന് കേറിയില്ല, അതിനു മുമ്പേ ആരോടെ ദേഷ്യപ്പെടുന്നേ? അത് വേറെ ഓഫീസ് കാര്യം. പറ, എന്താ തന്റെ ഗുഡ് ന്യൂസ്? ഈ മുടി പറ്റില്ല. ആദ്യം ഒന്ന് റിലാക്സ്ഡ് ആവ്. ഓ ആയി, കാര്യം പറ. ആകാശം പൊട്ടി വീണതും ഭൂമി പൊളിഞ്ഞു പോയതൊന്നുമല്ല. റോയിച്ചന്റെ മനസ്സിൽ പൂത്തിരി കത്തുന്ന ന്യൂസാ. റോയിച്ചനെ കൈങ്ങി തന്നെ. എന്താ? മിസ്റ്റർ റോയ് തരകൻ ഒരപ്പനാവാൻ പോകുന്നു. ഇതാണോ നിന്റെ ഗുഡ് ന്യൂസ്? റോയിച്ച, Annie, don't make me a fool. Are you joking? Are you joking? അല്ല റോയിച്ച, ഒരു തളർച്ച തോന്നിയപ്പോ അപ്പുറത്തെ ഡോക്ടർ വിമലയെ പോയി കണ്ടു. ഡോക്ടറാ കൺഫേം ചെയ്തത്. Bloody hell! Annie, no. നമുക്കിത് വേണ്ട. കളയണം. കളയണമെന്ന്. കർത്താവേ, റോയിച്ചൻ എന്താ ഇങ്ങനെ? Annie, I don't want to hear anything. റോയിച്ച. Annie, don't make me a fool. Are you joking? Are you joking? അല്ല റോയിച്ച, ഒരു തളർച്ച തോന്നിയപ്പോ അപ്പുറത്തെ ഡോക്ടർ വിമലയെ പോയി കണ്ടു. ഡോക്ടറാ കൺഫേം ചെയ്തത്.
Bloody hell! Annie, no. നമുക്കിത് വേണ്ട. കളയണമെന്ന്. കർത്താവേ, റോയ്ച്ചൻ എന്താ ഇങ്ങനെ? Annie, I don't want to hear anything. എനിക്കിഷ്ടമല്ലാത്തൊന്നും ആനിക്കും വേണ്ട. റോയ്ച്ച, വിവാഹം കഴിഞ്ഞ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ? അതൊക്കെയല്ലേ ജീവിതം? അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. I hate all these things. Life is to enjoy and celebrate. അതിനിടയിൽ കുഞ്ഞ്, കുട്ടി, കുടുംബം. ഛേ! റോയ്ച്ചന് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ആവശ്യമില്ലാത്ത ബാധ്യത എന്റെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. സിയാനി, you have to obey me. ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. നമുക്കിത് വേണ്ട. About it and get it lost. റോയ്ച്ച, എന്റെ കർത്താവേ, എന്തോ പറ്റി റോയ്ച്ചന്? നോക്ക്. Don't play sentiments and bloody emotions. എന്റെ ലൈഫ് നിനക്കറിയില്ല. It's entirely different. Different from this bloody society. See? It's my warning. The first and the last warning. ടൂറ് കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോ നിന്റെ വയറ്റിലെ ജീവൻ ഉണ്ടാവരുത്. Leave it. Leave it forever.